അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നാമങ്ങൾ നാം പഠിച്ചു വരികയാണല്ലോ. അവൻ്റെ നാമങ്ങൾ മുൻനിർത്തിയുള്ള പ്രാർത്ഥന അത് സ്വീകരിക്കാൻ കാരണമാകുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആനിലും അത് തന്നെയാണ് ഓർമ്മപ്പെടുത്തിയത്. അള്ളാഹുവിന് വിശിഷ്ടമായ നാമങ്ങളുണ്ട്, ഫദ്ഉഹു ബിഹ, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ പഠിക്കുക, അത് മനസ്സിലാക്കുക, അത് ആഴത്തിൽ അറിയുക, അത് മനഃപ്പാഠമാക്കുക, ഇതെല്ലാം സ്വർഗത്തിലേക്ക് വഴി നടത്തുന്നതാണ്. അതുകൊണ്ട് ഈ കേൾക്കുന്നതും പഠിക്കുന്നതുമൊന്നും വെറുതെയാകുകയില്ല. സ്വർഗത്തിലേക്ക് ഒരു പടി കൂടി നമ്മൾ കടക്കാൻ എളുപ്പമായ മാർഗത്തിലേക്ക്, ഒരു വഴിയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് മാത്രം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് കൃത്യമായി ആദ്യം മുതൽ അവസാനം വരെ കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഈ നാമങ്ങൾ കൃത്യമായി മനഃപ്പാഠമാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകട്ടെ. അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളിൽ അൽ ഹാക്കിം എന്ന നാമമാണ് നാം പഠിക്കുന്നത്. അൽ ഹാക്കിം എന്ന നാമം വിശുദ്ധ ഖുർആനിൽ 5 ആവർത്തി വന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അത് വന്നത് തന്നെയും ബഹുവചന രൂപത്തിലാണ് വന്നിട്ടുള്ളത്. വഹുവ ഖൈറുൽ ഹാക്കിമീൻ വ അൻത അഹ്കമുൽ ഹാക്കിമീൻ അലൈസല്ലാഹു ബി അഹ്കമിൽ ഹാക്കിമീൻ എന്നിങ്ങനെ ബഹുവചന രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ നാമത്തെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അതായത് നമ്മൾ മുമ്പ് ഈ അസ്മാഉൽ ഹുസ്ന പഠിക്കുമ്പോൾ ഹകം എന്ന നാമം പഠിച്ചിരുന്നു. ഹകം എന്ന നാമത്തിൽ അതിൻ്റെ അർത്ഥവും തേട്ടവും നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെയാണ് ഹാക്കിം എന്ന നാമം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് വിധിക്കുന്നവൻ, വിധി കർത്താവ്, അല്ലെങ്കിൽ സമ്പൂർണമായ വിധി നടപ്പിലാക്കുന്നവൻ എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങളാണ് അതിനുള്ളത്. എങ്കിലും ചില വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അൽ ഹാക്കിം എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ചിലത് മനസ്സിലാക്കാനുണ്ട്. ഖൈറുൽ ഹാക്കിമീൻ എന്നാണ് വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞത്. അതായത് ഏറ്റവും നല്ല വിധികർത്താവ് അത് അള്ളാഹുവാണ്. ലോകത്തൊരുപാട് വിധികർത്താക്കന്മാരുണ്ട്, ജഡ്ജിമാരുണ്ട് അല്ലേ, കോടതിയിലുണ്ട്, അല്ലെങ്കിൽ ചില പാനലുകളിൽ ഇരിക്കുന്ന ആളുകളുണ്ട്, ചില പ്രോഗ്രാമുകൾക്ക് ജഡ്ജുമായിരിക്കുന്ന ആളുകളായിരിക്കുന്നവരുണ്ട്. എല്ലാവരും പൂർണ്ണമായ നീതിയോടുകൂടിയോ അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു ന്യൂനതയില്ലാത്ത രൂപത്തിലാണോ എല്ലാവരും വിധിക്കുന്നത്? ഒരിക്കലുമല്ല. പലപ്പോഴും വിധിക്കുന്നത് ചിലപ്പോൾ വ്യത്യസ്തമായ രൂപത്തിലായിരിക്കാം, പൂർണ്ണമായ നീതി നടപ്പിലാക്കാത്ത രൂപത്തിലായിരിക്കാം, അനീതിയിലായിരിക്കാം, പല രൂപത്തിലായിരിക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഖൈറുൽ ഹാക്കിമീൻ എന്ന് പറയുമ്പോൾ വിധിക്കുന്നവനിൽ വെച്ച് ഏറ്റവും നല്ല ഖൈറായിട്ടുള്ളവൻ, ഏറ്റവും സമ്പൂർണമായി വിധിക്കുന്നവൻ എന്നിങ്ങനെയുള്ള അർത്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ വിധി അതാർക്കും തടുക്കാൻ കഴിയില്ല, ഒരാൾക്കും തടുക്കാൻ കഴിയില്ല. ഈ ദുനിയാവിൽ ചിലപ്പോൾ വിധികർത്താക്കന്മാർ എന്തെങ്കിലും ഒരു വിധി വിധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ അപ്പീൽ ചെയ്യാൻ സാധിക്കും. മനുഷ്യർക്ക് അപ്പീൽ ചെയ്യാൻ കഴിയും. ചിലപ്പോൾ ആ വിധി മാറ്റി എഴുതാൻ സാധിക്കും. പക്ഷേ അള്ളാഹുവിൻ്റെ വിധിയെ ഒരാൾക്കും തരണം ചെയ്യാനോ അപ്പീൽ ചെയ്യാനോ മാറ്റി എഴുതാനോ അതിനെ തരണം ചെയ്ത് അതിൽ നിന്നും മാറി നിൽക്കാനോ ഒഴിഞ്ഞു നിൽക്കാനോ സാധിക്കുകയില്ല. ആർക്കും അത് തടുക്കാൻ സാധിക്കുകയില്ല. ആർക്കും അതിൽ നിന്ന്, അള്ളാഹുവിൻ്റെ വിധിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല, രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നതാണ് അള്ളാഹു ഖൈറുൽ ഹാക്കിമീൻ എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹു അൽ ഹാക്കിം എന്ന നാമത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അള്ളാഹുവിൻ്റെ വിധി തന്നെ 2 രൂപത്തിലുണ്ട്. അള്ളാഹു വിധിക്കുന്നത് 2 രൂപത്തിലാണ്. ഒന്ന് പ്രാപഞ്ചികമായ വിധി, 2 മതപരമായ വിധി. ഈ പ്രാപഞ്ചികമായ വിധിയിൽ നിന്നൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. എല്ലാവരും അതിൽ വിധേയപ്പെട്ട അവസ്ഥയിലാണ്. ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനോ അതിൽ നിന്ന് മാറി നിൽക്കാനോ ഒരിക്കലും സാധിക്കുകയില്ല. ചില ചരിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തി തരാം. മഹാനായ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൂടെ ഒരു സൈന്യം, പക്ഷികൾ ഉണ്ട്, അതുപോലെ തന്നെ മറ്റു ജീവജാലങ്ങളുണ്ട്. അങ്ങനെ പലതിനെയും ആ ഒരു സൈന്യത്തെ
സുലൈമാൻ നബി അലൈഹി സ്വലാം കൊണ്ടുപോകുന്ന സമയത്ത് ഹുദുഹുദ് എന്ന് പറയുന്ന പക്ഷിയെ കാണുന്നില്ല. സൂറത്തു നംലിലെ 24-ാമത്തെ വചനം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ പക്ഷി പിന്നീട് പറന്നു വന്നതിന് ശേഷം, അതായത് സുലൈമാൻ നബി അലൈഹി സ്വലാം ഈ പക്ഷിയെ കാണാത്തത് കൊണ്ട് കോപാകുലനായി നിൽക്കുന്ന അവസ്ഥയാണ്. അതിനെ കിട്ടിയാൽ ഒന്നുകിൽ അറുത്തുകളയും എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കലേക്ക് ആ പക്ഷി പറന്നു വന്നു. എന്നിട്ടൊരു സബ എന്ന് പറയുന്ന നാട്ടിലെ അവസ്ഥയെക്കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ പക്ഷി പറന്നുപോയപ്പോൾ കണ്ട ചില അവസ്ഥ. വജത്തുഹാ വഖൗമഹ, ഞാൻ അവിടെ ഒരു പെണ്ണിനെ കണ്ടു, ബൽഖീസ് എന്ന് പറയുന്ന രാജ്ഞി. ആ രാജ്ഞിയുടെ ആളുകളും അതിൻ്റെ കൗമും എന്താണ് ചെയ്യുന്നത്? യസ്ജുദൂന ലിശംസി മിൻ ദൂനില്ലാഹ്, അള്ളാഹ്ക്കു പുറമെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ സൂര്യനെ സുജൂദ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു സമൂഹത്തെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് വസയ്യന ലഹുമു ശൈത്താനു അമലഹും, അവരുടെ പ്രവർത്തനങ്ങളെ ആ സുജൂദ് ചെയ്യുന്നതിനെ പോലും പിശാജ് അലങ്കാരമാക്കി അവർക്ക് തോന്നിച്ചു കൊടുത്തു. അങ്ങനെ ഒരു സമൂഹത്തെയും ഒരു രാജ്ഞിയെയും ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് ആ ഹുദുഹുദ് എന്ന പക്ഷി അവിടെ ആ വിഷയം അവതരിപ്പിക്കുമ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാം നേരെ കത്തെഴുതുകയാണ്. ബൽഖീസ് എന്ന രാജ്ഞിയിലേക്ക് കത്തെഴുതുകയാണ്. ആ കത്തിൽ നിങ്ങൾ മടങ്ങണം എന്ന് പറഞ്ഞുള്ള കത്തിൽ ആ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ ആ ഒരു കത്തിന് മുന്നിൽ തൻ്റെ അധികാരം പിടിച്ചു നിർത്തണം, തൻ്റെ രാജ്യം സംരക്ഷിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി സൈന്യവുമായി കൊണ്ട് ആ രാജ്ഞി പുറപ്പെടുകയാണ്. അവരുടെ ആഗ്രഹം തൻ്റെ രാജപദവി നഷ്ടപ്പെടാൻ പാടില്ല, തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കണം. ഇത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കലേക്ക് വരുന്നത്. പക്ഷേ ആ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കലേക്ക് വന്നതിന് ശേഷം ഉണ്ടായ സംഭവം എന്താണ്? ആ സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കലേക്ക് വന്നതും അവിടുത്തെ അള്ളാഹുവിൻ്റെ ഇടപെടലുകളെല്ലാം കണ്ടു മനസ്സിലാക്കി അവിടുത്തെ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ ആ ബൽഖീസ് രാജ്ഞി ഉപയോഗിച്ചിരുന്ന ആ സിംഹാസനം, അവരിവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ആ സിംഹാസനം സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ അടുക്കലെത്തി. ഇതൊക്കെ കണ്ടപ്പോൾ വലിയ അത്ഭുതപ്പെട്ടു. അങ്ങനെ ആ സ്ത്രീ ബൽഖീസ് എന്ന് പറയുന്ന രാജ്ഞി അവസാനം പ്രഖ്യാപിച്ചു, റബ്ബി ഇന്നി ളനംതു നഫ്സി വ അസ്ലംതു മഅ സുലൈമാന ലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അള്ളാഹു, സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ രക്ഷിതാവ് അള്ളാഹുവിൽ ഇതാ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക്, ഹിദായത്തിലേക്ക് വരികയാണ്. അവരുടെ ലക്ഷ്യമെന്തായിരുന്നു? തൻ്റെ രാജ്യത്തെ സംരക്ഷിക്കണം, തൻ്റെ രാജാധികാരം സംരക്ഷിക്കണം സുലൈമാൻ നബിയിൽ നിന്ന്. പക്ഷേ സംഭവിച്ചതെന്താണ്? ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നതാണ്. അപ്പോൾ ഉദ്ദേശമൊന്ന്, നടന്നത് മറ്റൊന്ന്. ഇതാണ് പ്രാപഞ്ചികമായ ദൃഷ്ടാന്തം. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിധിക്കപ്പുറം മറികടക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. ഇനിയും ചരിത്രങ്ങൾ നോക്കിയെടുക്കുമ്പോൾ അബൂജഹൽ എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ശത്രു, അവരുടെ മകൻ ഇക്രിമ, അബൂജഹൽ എന്ന ഇസ്ലാമിൻ്റെ ശത്രുവിൻ്റെ മകനായ ഇക്രിമ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അതുപോലെ തന്നെ ഫിർഔൻ ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്നു. ആ ഫിർഔനിൻ്റെ ഭാര്യ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അതുപോലെ തന്നെ ഉഖ്ബത്ത് ബിൻ അബി മുഅയ്ത്, ആ ഒരു ഇസ്ലാമിൻ്റെ ശത്രുവിൻ്റെ മകൾ ഉമ്മു കുൽസൂം ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിൽ കിടക്കുന്ന സമയത്ത് ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ട് ചാർത്തിയ ദ്രോഹിയായിരുന്നു യഥാർത്ഥത്തിൽ ഉഖ്ബ. ആ ഉഖ്ബയുടെ മകൾ ഇസ്ലാമിലേക്ക്, ഈമാനിൻ്റെ മഹിതമായ ആദർശത്തിലേക്ക്, ഏറ്റവും നല്ല മഹിതയായി ഈ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല ആ മഹിതയുടെ വിഷയത്തിൽ ഒരു ആയത്ത് വരെ ഇറക്കുന്ന അവസ്ഥയിലേക്ക് മഹദിയായ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ അവർ മാറി. അപ്പോൾ ഇതൊക്കെയും പ്രാപഞ്ചികമായ ദൃഷ്ടാന്തമാണ്. നമ്മൾ വിചാരിക്കുന്നതൊന്ന്, പക്ഷേ അള്ളാഹുവിൻ്റെ നടപ്പിലാക്കൽ മറ്റൊന്നായിരിക്കും. ഇതുപോലെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ അള്ളാഹു ഹാക്കിം എന്ന് പറയുമ്പോൾ അവൻ ആർക്ക് വിധിച്ചോ അവർക്കുണ്ടാകും, അവൻ ആർക്കാണോ തടഞ്ഞത് അവർക്കുണ്ടാവുകയില്ല. നമ്മൾ തബ്ബത് യദാ അബീ ലഹബിൻ വ തബ്ബ് എന്ന് പറയുന്ന സൂറത്ത് ഓതാറുണ്ട്, സൂറത്തു അൽ മസദ്. ആ മസദ് എന്ന സൂറത്ത് ഇറങ്ങിയതിന് ശേഷവും അബൂലഹബ് ജീവിച്ചിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ അവൻ്റെ ഇരുകരങ്ങളും നാശത്തിലായി പോകും, നശിച്ചു പോകുമെന്നും അവൻ്റെ ഭാര്യ നശിച്ചു പോകുമെന്നും മക്കൾ ഉപകാരപ്പെടില്ല എന്നുമെല്ലാം കൃത്യമായി അവതരിപ്പിച്ചിട്ട് വർഷങ്ങളോളം പിന്നീട് ജീവിച്ചു. വേണമെങ്കിൽ
അയാൾക്ക് നാവ് കൊണ്ട് ഒന്ന് അഭിനയിക്കാമായിരുന്നു, ഞാൻ ഇസ്ലാം സ്വീകരിച്ചു എന്ന് വേണമെങ്കിൽ അഭിനയിക്കാമായിരുന്നു. അതിനുപോലും കഴിയാതെ വിശുദ്ധ ഖുർആൻ അത് കൃത്യമായും സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്ന അവസ്ഥയിൽ ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ ആ വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം കൃത്യമായി നടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണിച്ചിരുന്നു. അള്ളാഹുവിൻ്റെ വിധി അതങ്ങനെ തന്നെ നടക്കും. അത് ആര് തടുക്കാൻ ശ്രമിച്ചാലും അത് തടുക്കാൻ സാധിക്കുകയില്ല. ഇനി അള്ളാഹു സുബ്ഹാനഹു തആല തടഞ്ഞു വെച്ച ഒരു കാര്യമുണ്ടോ അതിനെ കൊണ്ടുവരാനും ഒരാൾക്കും സാധിക്കുകയില്ല. നമ്മൾ നിസ്കാരത്തിന് ശേഷം എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉൽ ജദ്ദു മിൻകൽ ജദ്ദ്. അള്ളാഹുവിൻ്റെ വിധിപ്രകാരം എന്തെങ്കിലും ഒന്ന് അള്ളാഹു തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും ഈ ലോകത്തുള്ള ഏത് ശക്തി ഒരുമിച്ച് കൂടിയാലും അതിനെ തടുക്കാൻ സാധിക്കുകയില്ല. ഇനി അള്ളാഹു തടയാൻ ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ടോ അതിനെ തരാൻ ഈ ലോകത്തുള്ള ഏത് ശക്തികൾ ഒരുമിച്ചാലും ഒരിക്കലും അവർക്ക് സാധിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിലൂടെയും തിരുവചനങ്ങളിലൂടെയും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് അവൻ്റെ വിധിയെ മറികടക്കാൻ ഒരാൾക്കും സാധിക്കുകയില്ല. ഒരു വ്യക്തിക്കും ഒരു ശക്തിക്കും അള്ളാഹുവിൻ്റെ വിധിയെ മറികടക്കാൻ സാധിക്കുകയില്ല എന്നതാണ് അൽ ഹാക്കിം എന്ന നാമം നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അള്ളാഹുവിൻ്റെ വിധി എന്താണ്? നീതിപൂർവമാണ്. അള്ളാഹുവിൻ്റെ വിധിയിൽ യാതൊരു നിലയ്ക്കുമുള്ള അനീതി കാണുകയില്ല. വിശുദ്ധ ഖുർആനിൽ കാണാം, വലാ യദ്ലിമു റബ്ബുക അഹദ, ഒരാളോട് പോലും അനീതി കാണിക്കുകയില്ല എന്നാണ്. അള്ളാഹുവിൻ്റെ വിധിയിൽ അത് ദുനിയാവിലാകട്ടെ പാരത്രിക ലോകത്തിലാകട്ടെ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പാരത്രിക ലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നൊരവസ്ഥ ഉണ്ട്. ആ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സമയത്ത് നമ്മുടെ നന്മ തിന്മകൾ തൂക്കി നോക്കും. അന്നൊരാളോടും അനീതി കാണിക്കുകയില്ല. ഇതെൻ്റെ പ്രവാചകനാണ് എന്നതുകൊണ്ടോ അല്ലെങ്കിൽ എന്നെ പ്രവാചകൻ്റെ കുടുംബക്കാരനാണ് എന്നതുകൊണ്ടോ ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു തആല പ്രത്യേക പരിഗണന കൊടുക്കുകയോ അല്ലെങ്കിൽ പ്രത്യേകമായി മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുകയോ അങ്ങനെയുള്ള ഒന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു തആല കൃത്യമായ നീതിയോടുകൂടി മാത്രമേ അവിടെ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വലാ യദ്ലിമു റബ്ബുക അഹദ, ഒരാളോട് പോലും. ആ ഒരാൾ എന്നത് എല്ലാവരും പെട്ടില്ലേ? നബിമാർ പെട്ടു, അവരുടെ കുടുംബക്കാർ പെട്ടു, അല്ലാത്തവർ പെട്ടു, സാധാരണക്കാർ പെട്ടു, പണക്കാർ പെട്ടു, പാവപ്പെട്ടവർ പെട്ടു, തൊഴിലെടുക്കുന്നവർ പെട്ടു, വലിയ വലിയ ഉദ്യോഗങ്ങളിലുള്ളവർ പെട്ടു, എല്ലാ ആളുകളും പെട്ടു. വലാ യദ്ലിമു റബ്ബുക അഹദ, അള്ളാഹു ഒരാളോട് പോലും അനീതി കാണിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വിധിയിൽ നമ്മൾ സംതൃപ്തരായിരിക്കണം. അതാണ് മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ വിധിയിൽ നമ്മൾ സംതൃപ്തരായിരിക്കണം. അത് ആ അള്ളാഹുവിൻ്റെ വിധി അത് നമുക്ക് ഖൈറായി മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ആശ്വസിക്കാൻ വേണ്ടി പഠിപ്പിച്ചു തന്ന ഒരു വിഷയമുണ്ട്. ഒരു മുഅ്മിനാണോ ആ മുഅ്മിനിനെ മുള്ളുകുത്തുന്നത് പോലും, കാലിൽ മുള്ളുകുത്തുന്നത് പോലും അത് ഖൈറാണ്, അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം അള്ളാഹു വിധിച്ചതിൽ നിന്നുണ്ടാകുന്നതാണ്. അതെല്ലാം എനിക്ക് ഖൈറാണ് എന്ന് വിശ്വസിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം. അതോടൊപ്പം അള്ളാഹുവിൻ്റെ വിധിയിൽ നിന്ന് ഉണ്ടാകുന്ന ഷർറിൽ നിന്ന് കാവൽ തേടുകയും വേണം. ഇപ്പോൾ ഒരുപക്ഷെ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല ചില വിധികൾ നടപ്പിലാക്കിയിട്ടുണ്ടാകാം. ആ വിധികളിൽ മനസ്സ് തകർന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയോ അല്ലെങ്കിൽ സ്വന്തം നഫ്സിനെ തന്നെ കൊലപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് മാറുകയോ അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ചിലപ്പോൾ ചില പരീക്ഷണങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കളെ അള്ളാഹു പിടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മക്കളെ അള്ളാഹു എടുത്തിട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തുകൾ തകർന്ന് തരിപ്പണമായിട്ടുണ്ടായിരിക്കാം. ഏത് വിധത്തിലാണെങ്കിലും അള്ളാഹു വിധിച്ച വിധി അത് നമുക്ക് പരീക്ഷണമായിരിക്കും. ആ പരീക്ഷണത്തിൽ ക്ഷമിക്കാനും അതിലുണ്ടാകുന്ന ഷർറിൽ നിന്ന് അള്ളാഹുവേ നീ ഞങ്ങളെ സംരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയും കൂടി വേണം. അതോടൊപ്പം അള്ളാഹു അൽ ഹാക്കിമാണ് എന്ന് പറയുമ്പോൾ അവനാണ് വിധിക്കാൻ ഏറ്റവും അർഹനായിട്ടുള്ളവൻ. ശരിയായ രൂപത്തിലും നീതിപൂർവമായ രൂപത്തിലും ശരിയായ വിധി വിധിക്കുന്നവൻ അള്ളാഹു മാത്രമാണ്. അതാണ് അൽ ഹാക്കിം, അവൻ വിധിക്കുന്നു. അലാ ലഹുൽ ഹുക്മു വഹുവ അസ്റഉൽ ഹാക്കിമീൻ വഹുവ അസ്റഉൽ ഹാസിബീൻ. അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, അലാ ലഹുൽ ഹുക്മു, അവനാണ് വിധിക്കാൻ അവകാശമുള്ളത്, അവനാണ് വിധിക്കുന്നവൻ. വമഖ്തലഫ്തും ഫീഹി മിൻ ഷൈഇൻ ഫഹുക്മുഹു ഇലല്ലാഹ്, നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷയത്തിൽ തർക്കിക്കുകയാണോ
എങ്കിൽ അതിൻ്റെ വിധി അള്ളാഹുവിലേക്കാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇന്നൽ ഹുക്മ ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിനാണ്, അള്ളാഹുവിനല്ലാതെ വിധി നിർണയിക്കാൻ മറ്റൊരാൾക്കും അവകാശമില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇത് പ്രാപഞ്ചികമായതും മതപരമായ വിധിയുമാണ്. അതിലുദ്ദേശം ഈ വിധി അള്ളാഹുവിന് മാത്രം, അല്ലാതെ മറ്റുള്ള മനുഷ്യരുമായി ഇടപെട്ട മറ്റു വിഷയങ്ങളിൽ കർത്താവ് വിധി നിർണയിക്കുന്നതിൽ അത് ഇസ്ലാമിനെതിരല്ല. പക്ഷെ അത് നീതിപൂർവമായിരിക്കണം എന്നത് മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് മാത്രമാണ് ഈ രൂപത്തിലുള്ള വിധി നിർണയിക്കാൻ കഴിവുള്ളവൻ. ലഹുൽ ഹുക്മു വ ഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് മടക്കം, അവനാണ് വിധി നിർണയിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ വീണ്ടും ഓർമ്മപ്പെടുത്തി. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നാളെ പാരത്രിക ലോകത്തെത്തുമ്പോൾ അവന് സ്വർഗമാണോ നരകമാണോ വേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല കൃത്യമായി വിധിക്കും, നീതിപൂർവമായി വിധിക്കും. ഒരാളോടും അനീതി കാണിക്കുകയില്ല. റബ്ബിലേക്ക് മടങ്ങിച്ചെല്ലുമ്പോൾ അവിടെ യഥാർത്ഥ വിധി, നീതിപൂർവമായ വിധി, ഒരാൾക്കും ഇടപെടാൻ സാധിക്കാത്ത രൂപത്തിലുള്ള ഒരു പര്യവസാനത്തിൻ്റെ ഒരു വിധി, ഏറ്റവും നല്ല വിധി അവിടെ നടപ്പിലാക്കുന്ന ഒരു ദിവസം അന്നായിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇനി അള്ളാഹുവിൻ്റെ മതപരമായ വിധി എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് രൂപത്തിൽ അള്ളാഹു അൽ ഹാക്കിമാണെന്ന് പറഞ്ഞു. അതിലൊന്ന് പ്രാപഞ്ചികമായ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിധി. ഇനി രണ്ടാമത്തത് അള്ളാഹു മതപരമായി ചില വിധികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായി മനസ്സിലാക്കാം. ഹലാലും ഹറാമും അള്ളാഹു വിധിച്ചതാണ്. ചിലത് ഭക്ഷിക്കാമെന്ന് അള്ളാഹു പറഞ്ഞു, ചിലത് ഭക്ഷിക്കാൻ പാടില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു. ആ ഭക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതും ഭക്ഷിക്കാമെന്ന് പറഞ്ഞതും ഇതെല്ലാം അള്ളാഹുവിൻ്റെ മതപരമായ വിധിയിൽപ്പെട്ടതാണ്. ഇനി ഇബാദത്തിൻ്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ഇബാദത്തിൻ്റെ വിഷയത്തിൽ ചിലത് ചെയ്യാൻ പറഞ്ഞു, ചിലത് ചെയ്യരുതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വിശ്വാസരംഗത്തും അള്ളാഹു സുബ്ഹാനഹു തആല ചില വിശ്വാസങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞു, ചില വിശ്വാസങ്ങൾ തീരെ പാടില്ല എന്ന് പറഞ്ഞു. നമ്മളെല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന സൂറത്തുൽ കഹ്ഫ്, ആ കഹ്ഫിൻ്റെ ഏറ്റവും അവസാനത്തെ ആയത്തിൽ എന്താ പറയണത്? ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രികു ബിഇബാദത്തി റബ്ബിഹി അഹദ. രണ്ട് കാര്യങ്ങളാണ് അതിൽ പ്രധാനമായും എടുത്തു പറഞ്ഞത്. അള്ളാഹുവിലേക്ക് മടക്കപ്പെടുമെന്നുള്ള ഒരു ദിവസമുണ്ട്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി, അള്ളാഹുവിലേക്ക് മടക്കും, എന്നിട്ട് ആ റബ്ബിനെ കണ്ടുമുട്ടും എന്ന ഒരു ദിവസം, അതിനെ പ്രതീക്ഷിക്കുന്നവർ ഫൽയഅമൽ അമലൻ സാലിഹ. അപ്പോൾ ഒന്നാമത്തത് വിശ്വാസം പറഞ്ഞു. രണ്ടാമത്തത് വീണ്ടും എന്ത് പറഞ്ഞു? അമലു സാലിഹാത്തുകൾ ചെയ്യാൻ പറഞ്ഞു. ബിദ്അത്തുകൾ ചെയ്യാൻ പാടില്ല, അമലു സാലിഹാത്തുകൾ ചെയ്യണം എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും പറഞ്ഞു വലാ യുശ്രിക്, നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത്, ബി ഇബാദത്തി റബ്ബിഹി അഹദ, ഒന്നിനെയും നിങ്ങളുടെ ആരാധനാ കർമ്മ മേഖലയിൽ ഒന്നിനെയും അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയാണ്. അതുകൊണ്ട് അള്ളാഹു ഹാക്കിമാൻ, അൽ ഹാക്കിം അള്ളാഹുവാൻ, വിധികർത്താവ് അള്ളാഹുവാൻ, വിധിക്കുന്നവൻ അള്ളാഹുവാൻ. അവൻ്റെ വിധി നീതിപൂർവമായിരിക്കും. അള്ളാഹു ഏറ്റവും നല്ല വിധിക്കുന്നവനാണ്, ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ വിധിക്കുന്നവനാണ്. വിധിക്കുന്നവനിൽ വെച്ച് ഏറ്റവും നല്ലവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധി എന്നത് സമ്പൂർണ്ണമായിരിക്കും എന്നതാണ്. ഇതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തത് അള്ളാഹുവിൻ്റെ വിധിയിൽ നാം സംതൃപ്തനായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ വിധിയിൽ ഖൈറുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ വിധിയിൽ നിന്നുണ്ടാകുന്ന നമുക്ക് ബാധിക്കാവുന്ന ഷർറുകളിൽ നിന്ന് അള്ളാഹുവിനോട് നമ്മൾ ശരണം തേടുകയും വേണം. നാലാമത്തത് അള്ളാഹുവിൻ്റെ വിധിയിൽ നിന്നും ആരും രക്ഷപ്പെടുകയില്ല. അത് എത്ര വലിയ ശക്തിയുള്ള വ്യക്തിയാണെങ്കിലും ശരി, എത്ര വലിയ സമ്പത്തുള്ള വ്യക്തിയാണെങ്കിലും ശരി, അള്ളാഹുവിൻ്റെ വിധിയിൽ നിന്ന് ഒരാളും രക്ഷപ്പെടുകയില്ല. അഞ്ചാമത്തത് അള്ളാഹുവിൻ്റെ വിധി അതിൽ അനീതിയില്ല, നീതിപൂർണ്ണ മാത്രമായിരിക്കും എന്നും നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു തആലയെ കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും അതനുസരിച്ച് അള്ളാഹുവിൻ്റെ നാമങ്ങൾക്കനുസരിച്ച് റബ്ബിലേക്ക് വിധേയപ്പെട്ടു മടങ്ങാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.